അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഖിബിലക്ക് മുന്നിടുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഇബാദത്തിൻ്റെ കേന്ദ്രം, മർക്കസുൽ ഇബാദാത്ത്, ഇബാദത്തിൻ്റെ കേന്ദ്രം പരിശുദ്ധ കഅബയാണ്. ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതുതന്നെയാണ്. ആ കഅബയിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അതുപോലെ തന്നെ ദുആരക്കുക, അതുപോലെ തന്നെ മറ്റുള്ള നിസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധ കഅബയെ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മാണം ചെയ്ത ആ പരിശുദ്ധ കഅബയാണ്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയപ്പോൾ മദീനയിൽ കൂടുതൽ യഹൂദികളാണ് ഉള്ളത്. ആ യഹൂദികളുടെ ഖിബില ബൈത്തുൽ മുഖദ്ദസ് ആണ്. അവരോട് സ്നേഹബന്ധം, സൗഹാർദ്ദം, ഇസ്ലാമിലേക്ക് അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറക്കുകയാണ്. മുഹമ്മദ് നബിയെ, യഹൂദികളുടെ ഖിബലയാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇനി മുന്നിട്ട് നിസ്കരിച്ചോളൂ. റബ്ബിൻ്റെ കൽപ്പനയാണെന്ന് അതിലേക്ക് നിസ്കരിച്ചു. അങ്ങനെ 16 മാസം നിസ്കരിച്ചതാണ് എന്നും 17 മാസം നിസ്കരിച്ചതാണെന്നും അതല്ല വേറെ ചില അഭിപ്രായങ്ങളും കിതാബുകളിൽ കാണാം. അങ്ങനെ നിസ്കരിച്ചു എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആഗ്രഹമുള്ളത് പരിശുദ്ധ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച, പുനർനിർമ്മാണം ചെയ്ത പരിശുദ്ധ കഅബയിലേക്ക് തന്നെ മുന്നിടാനാണ്. എപ്പോഴാണ് അതിനെ ചേഞ്ചാക്കിയുള്ള വഹി വീണ്ടും വരുന്നത് എന്ന് ആകാശത്തിലേക്ക് കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്നത്, ഇനി മുതൽക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മാണം ചെയ്ത പരിശുദ്ധ കഅബയിലേക്ക് മുന്നിട്ട് തന്നെ നിസ്കരിച്ചോളൂ. അതുകൊണ്ടാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബിലയുടെ പള്ളി എന്നുള്ള പേരുള്ള ഒരു പള്ളി മദീനയിൽ നമുക്ക് കാണാവുന്നതാണ്. ഖുർആൻ അത് വ്യക്തമായി തന്നെ സൂറത്തുൽ ബഖറയുടെ 144-ാമത്തെ അധ്യായത്തിൽ കാണാം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيثما كنتم فولوا وجوهكم شطرا قد نرى تقلب وجهك في السماء. ഓ നബിയെ, ഖിബിലയിലേക്ക് മുന്നിടാൻ വേണ്ടി റബ്ബിൻ്റെ വഹീനെയും കാത്ത് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട് മുഹമ്മദ് നബിയെ. ഫലനുവല്ലിയന്നക ഖിബ്ലൻ തർളാഹ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് മുന്നിടാൻ ഞങ്ങൾ ഓർഡർ തരാം, വിഷമിക്കരുത് നബിയെ. അപ്പോഴാണ് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധ മസ്ജിദുൽ ഹറാം ആകുന്ന കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചോളൂ. വൈസുമാ കുന്തും ഫവല്ലു വജ്ഹകും ശത്റാ, നിങ്ങൾ എവിടെയായാലും പരിശുദ്ധ കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചോളൂ എന്ന് ഖുർആനിൻ്റെ വഹി ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ തന്നെ പരിശുദ്ധ കഅബയിലേക്ക് വീണ്ടും മുന്നിട്ട് നിസ്കരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ മുഅ്മിനിനും നിർബന്ധമാണ് പരിശുദ്ധ കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കണം. ഫർളായ നിസ്കാരമായാലും സുന്നത്തായ നിസ്കാരമായാലും പരിശുദ്ധ കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കണം. ഇല്ല എങ്കിൽ നിസ്കാരം അസാധുവാണ്. നിസ്കാരം ഒരു മുസ്ലിമിൻ്റെതും സഹിയാവുകയില്ല. നിങ്ങൾ നോക്കുക, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റജുലൻ ദഖലൽ മസ്ജിദ, ഒരു സ്വഹാബി പള്ളിയിലേക്ക് കടന്നു. ഫസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാഹിയത്തിൽ മസ്ജിദ്, അദ്ദേഹം പള്ളിയിൽ കടന്നു, നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിൻ്റെ ഒരു ഭാഗത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഫജാഅ വസല്ലമ അലൈഹി, നിസ്കാരം കഴിഞ്ഞ് നബിയുടെ അടുത്തേക്ക് വന്നു സലാം പറഞ്ഞു. വഅലൈക്കസ്സലാം, സലാം മടക്കി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോ മടക്കി നിസ്കരിച്ചോ, നീ നിസ്കരിച്ചിട്ടില്ല. കാല ഫറജഅ ഫസല്ല, അദ്ദേഹം മടങ്ങിപ്പോയി വീണ്ടും നിസ്കരിച്ചു. സുമ്മ സല്ലമ അലൈഹി, വീണ്ടും വന്ന് സലാം പറഞ്ഞു. ഫഖാല ലഹു അലൈക ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും മടക്കി നിസ്കരിച്ചോ. ഫഖാല ലഹു റജുലു ഫി സാലിസ, മൂന്നാമതും അങ്ങനെ സലാം പറഞ്ഞു. വീണ്ടും മൂന്നാമത് അയാളോട് പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, മടക്കി നിസ്കരിച്ചു. 3 വട്ടം ആ സ്വഹാബിയെ കൊണ്ട് മടക്കി നിസ്കരിപ്പിച്ചു. എന്നിട്ട് ആ സ്വഹാബി ചോദിക്കുകയാണ്, ഫഅല്ലിംനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് പഠിപ്പിച്ചു തരൂ, എവിടെയാണ് എനിക്ക് ഫോൾട്ട് പറ്റിയത് നിസ്കാരത്തിൽ, എന്ത് കുറവാണ് എനിക്ക് സംഭവിച്ചത്. ഫഖാല ലഹു, അപ്പോൾ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കുംത ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് നീ നിന്നാൽ ഫഅസ്ബിഉൽ വുദൂഅ, നീ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വുദൂ കംപ്ലീറ്റ് ആയിട്ട് നീ വുദൂ എടുക്കണം. സുമ്മസ്തഖ്ബിലിൽ ഖിബ്ല, പിന്നെ നീ ഖിബ്ലക്ക് മുന്നിടണം. കണ്ടോ, ആ സ്വഹാബി ഖിബ്ലക്ക് മുന്നിട്ടത് ശരിയായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. 3 വട്ടം മടക്കി നിസ്കരിപ്പിച്ചു. ഖിബ്ലാന്റെ ദിശയിലേക്ക് കറക്റ്റായി നിസ്കരിക്കാത്തത് കൊണ്ട് ആ സ്വഹാബിനോട് 3 വട്ടം മടക്കി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നീ മടക്കി നിസ്കരിക്കുക, ഖിബ്ലക്ക് ശരിക്കും നീ മുന്നിട്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് മനസ്സിലാക്കേണ്ടത്? നിസ്കാരത്തിനിക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്. അത് ഒരു ഷർത്താണ് വുദൂ എടുക്കുക, ഔറത്ത് മറക്കുക എന്നുള്ളത്. അതിൽ 5ാമത്തെ ഷർത്ത് ഫുഖഹാക്കൾ എണ്ണീട്ടുള്ളത് ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ലത്തി ഐ അൽ കഅബത്തി, കഅബയുടെ തടിക്ക് തന്നെ മുന്നിടണം എന്നുള്ളതാണ്. കഅബാന്റെ ഭാഗത്തിലേക്ക് മുന്നിട്ടാ മതിയാവൂല, കഅബാന്റെ ആ തടിക്ക് തന്നെ മുന്നിടണം. ബിസ്വദുരി, ഹൃദയം കൊണ്ട്. നിന്ന് നിസ്കരിക്കുന്നവൻ, ഇരുന്ന് നിസ്കരിക്കുന്നവൻ അവന്റെ ഹൃദയം കൊണ്ട്, മുഖം കൊണ്ടല്ല. മുഖം കൊണ്ട് മുന്നിടൽ സുന്നത്തേ ഉള്ളൂ, കാലുകൊണ്ട് മുന്നിടൽ സുന്നത്തേ ഉള്ളൂ. ഹൃദയം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടലാണ്. ബിസ്വദുരി, ഹൃദയം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടണം. ഫലാ യക്ഫി ഇസ്തിഖ്ബാലു ജിഹത്തിഹാ, ഖിബ്ലാന്റെ ഭാഗത്തേക്ക് മുന്നിട്ടാൽ മതിയാവുകയില്ല. അവിടെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഖിബ്ലാക്ക് തന്നെ മുന്നിടണം. പരിശുദ്ധ മക്കയുടെ ഹറമിന്റെ അടുത്താണെങ്കിൽ ഉറപ്പായിട്ട് ഖിബ്ലാക്ക് മുന്നിടണം. അതല്ല വിദൂര നാടുകളിലുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടല്ലെങ്കിലും ഏകദേശം 80%, 75% ഗ്യാരണ്ടിയെങ്കിലും ഖിബ്ലാക്ക് മുന്നിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഖിബ്ലാന്റെ ഭാഗത്തിലേക്ക് മുന്നിട്ടാൽ മതിയാവൂല. ഖിലാഫൻ ലി അബി ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫ ഹനഫി മദ്ഹബിൽ ഒഴികെ ഹനഫി മദ്ഹബക്കാർക്ക് ഖിബ്ലാന്റെ ഭാഗത്തേക്ക് മുന്നിട്ടാൽ മതി. ഷാഫി മദ്ഹബിൽ ഖിബ്ലാക്ക് തന്നെ മുന്നിടണം. ഇത് ഞാൻ എന്തിനാ ഗൗരവത്തിൽ പറയുന്നത്? ഇതെല്ലാവർക്കും അറിഞ്ഞ വിഷയമല്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവരോടൊക്കെയും ഞാൻ കനത്ത ഭാഷയിൽ മറുപടി പറയുന്നത്, നിങ്ങൾ തിരക്കുള്ള സമയത്താണെങ്കിൽ ചില ആളുകൾ നിസ്കാരത്തിൽ കൈകെട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കൈകെട്ടുമ്പോൾ അവരുടെ ഹൃദയം ഭാഗം ഇങ്ങനെ ലേശം തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ അവർ കൈകെട്ടുന്നു. അപ്പം ഹൃദയം അങ്ങോട്ടാകുന്നു, മുഖം ഇങ്ങോട്ടാകുന്നു. അങ്ങനെ ആയാൽ നിസ്കാരം ശരിയാവുകയില്ല. കാരണം ഹൃദയം അങ്ങോട്ടായി, ഖിബ്ലയാണെങ്കിലോ ഇങ്ങോട്ടാണ്. ഹൃദയം കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ മുന്നിടണം. ചില ആളുകൾ വെള്ളിയാഴ്ച സഫുകളിൽ അല്ലെങ്കിൽ തിരക്കുള്ള സഫുകളിൽ, ചില ആളുകൾ തിരക്കില്ലാത്ത നേരത്തും നിൽക്കുന്നത് ഇങ്ങനെയാണ്, കുറച്ചും ക്രോസായിട്ടാണ്. ഇങ്ങനെ ക്രോസ് ആകുമ്പോൾ ഹൃദയം അങ്ങോട്ടായി, മുഖം ഇങ്ങോട്ടായി, മറ്റുള്ള ശരീരഭാഗം ഇങ്ങോട്ടായി, നിസ്കാരം ശരിയാവുകയില്ല. ഫുഖഹാ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ലത്തി ബിസ്വദരി, ഹൃദയം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടണം. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഈ ഹൃദയം കംപ്ലീറ്റ് ഖിബ്ലക്ക് തന്നെ മുന്നിടണം. ഇതൊരു കാര്യമാണ്. പിന്നെ ചില ആളുകൾ അത്തയ്യാത്തിനിരിക്കുമ്പോൾ അങ്ങനെ തന്നെ, അത്തയ്യാത്തിന് ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ തിരിയുന്നുണ്ട്.
നെഞ്ഞിന്റെ ഭാഗം അങ്ങോട്ട് തിരിയുന്നുണ്ട്. അങ്ങനെ തിരിയുമ്പോൾ നിസ്കാരം ചെയ്യാവൂല. കാരണം അവൻ്റെ ബോഡി ഇങ്ങോട്ടായിട്ട് കാര്യമില്ല, അവൻ്റെ നെഞ്ഞി കിബിലാക്ക് തന്നെ ആയിരിക്കണം. ഈ കാര്യം വളരെയേറെ മനസ്സിലാക്കണം. പിന്നൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ചില ആളുകൾ ഭയങ്കരമായ വീട് കെട്ടുന്നുണ്ട്. 2 തട്ടിൻ്റെ വീട് അല്ലെങ്കിൽ 1 തട്ടിൻ്റെ വീട്, ടൈൽസ്, ഇന്റർലോക്ക്, നല്ല AC, നല്ല 1 നമ്പർ എന്തെല്ലാം സൗകര്യമുണ്ടോ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വീട് ഉദ്ഘാടനത്തിന് തങ്ങളെയോ അല്ലെങ്കിൽ ഖതീബ് ഉസ്താദിനെയോ അല്ലെങ്കിൽ കാര്യപ്പെട്ട ഒരാളെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ട് ആ വീട്ടിലേക്ക് തക്ബീറും ചൊല്ലി വീട്ടിലേക്ക് കയറിയാൽ മുക്രിക്കയോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഒരാൾ ബാങ്ക് വിളിക്കുന്നു. നിസ്കാരത്തിലേക്ക് കൈ കെട്ടുമ്പോഴാണ് വീട്ടുകാരോട് ചോദിക്കുന്നു കിബില എങ്ങോട്ട്. അപ്പോൾ ആ വീട്ടുകാരൻ ഇങ്ങോട്ടാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടാണെന്ന് പറയുന്നു. ശരിയായ ഒരു ഉറപ്പോ അറിവോ ആ വീട്ടുകാരനിക്കില്ല. ആ സമയത്ത് എമർജൻസി ആയി ചിലപ്പോൾ മൊബൈൽ വെച്ചിട്ടോ മറ്റതോ എങ്കിൽ നോക്കിയെങ്കിൽ ചിലപ്പോൾ അത് പരിപൂർണമായ ഒരു ദിശയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പുതിയ വീട് നിർമ്മിക്കുന്നവരോടും അതുപോലെ തന്നെ വീടുകൾ താമസിക്കുന്നവരോടും പറയാനുള്ളത്, കിബിലാന്റെ ഭാഗം നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും കിബില നോക്കാൻ അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് കിബില ആദ്യം നോപ്പിക്കണം. നിങ്ങൾ ടൈൽസ് ഇടുന്നതിനേക്കാളും മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനേക്കാളും ഇബാദത്താണ് ആ വീട്ടിൽ ഏറ്റവും നമുക്ക് അവിടെ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് വീട് ഇബാദത്തിൻ്റെ കേന്ദ്രമാകാൻ, ഖുർആൻ ഓതാൻ, നിസ്കാരം കിബിലാക്ക് മുന്നിടാതെ ചെയ്യാവൂല. ഖുർആൻ കിബിലാക്ക് മുന്നിട്ടില്ലെങ്കിലും ഖുർആൻ ഓത്ത് ചെയ്യാകും, അതേ സമയത്ത് നിസ്കാരം ചെയ്യാവുകയില്ല. അതുകൊണ്ട് വീട്ടുകാർ കിബില അറിയുന്ന ആളെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു അടയാളപ്പെടുത്തി സിഗ്നലാക്കി അവിടെ ഞങ്ങൾ ഉണ്ടാക്കണം. അധികം ആൾക്കാരും അങ്ങനെ. സാധാരണ എല്ലാവരുടെയും കിബില ഇങ്ങോട്ടാണെങ്കിൽ അവർ എന്താക്കുന്നുണ്ട്, അവർ ലേശം ആ കിബിലന്റെ വലത് ഭാഗത്തിലേക്ക് ചില വീടുകൾ തെറ്റേണ്ടി വരുന്നുണ്ട്. വീട് ചിലപ്പോൾ അങ്ങോട്ട് ചാഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ ഇടത് ഭാഗത്തിലേക്ക് തെറ്റേണ്ടി വരുന്നുണ്ട് ആ വീടിന്റെ ശൈലി അനുസരിച്ചിട്ട്. അപ്പോൾ പുരക്കാരാണെങ്കിലോ അത് വലത് ഭാഗത്തിലേക്കും തെറ്റുന്നില്ല, ഇടത് ഭാഗത്തിലേക്കും തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നു. അങ്ങനെ ആ പെണ്ണുങ്ങൾ അങ്ങനെ നിസ്കരിക്കുന്നു, കുട്ടികൾ അങ്ങനെ നിസ്കരിക്കുന്നു, വീട്ടുകാരും നിസ്കരിക്കുന്നു. വർഷഘട്ടലെ മരിക്കുന്നോടത്തോളം കിബിലാന്റെ ഭാഗത്തേക്കില്ലാതെ അവരുടെ നിസ്കാരം സഹിയാകുന്നില്ല. അതുകൊണ്ട് പുതിയ വീട് നിർമ്മിച്ചവരോടും അല്ലാത്തവരോടും എല്ലാ വീടുകളിലും കിബിലാന്റെ ഭാഗം ഉറപ്പുവരുത്തണം. അതെനിക്ക് പ്രത്യേകം അടയാളപ്പെടുത്തണം. ഇത് ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നത്. പല വീടുകളിലേക്കും ഞാൻ വീട് ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെയും ചെന്നെത്തിയാൽ, അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ ഖുതുബിയത്തിന് വേണ്ടി അവിടെ പോയി നിസ്കരിക്കാനാണെങ്കിലും അവരോട് ചോദിച്ചാൽ അവർക്ക് പോലും കിബിലാന്റെ ഒരു ഉറപ്പില്ല. ഈ ഭാഗത്താണെന്ന് പറയുന്നു, പക്ഷേ അവിടെ മൊബൈലിൽ വെച്ചിട്ട് കിബില നോക്കിയാൽ കിബിലാന്റെ ലേശം തെറ്റിയിട്ടാണ് ഉണ്ടാവുക. വീട്ടുകാർ പറഞ്ഞതുപോലെയല്ല. അങ്ങനെ വീട്ടുകാരാണെങ്കിലും അത് പരിപൂർണമായി കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു, ഫത്വൽ മൊയ്ൻ, തുഹഫ എല്ലാ കിതാബുകളിൽ കാണാം ഇസ്തിഖ്ബാലു ഐനിൽ കിബില, കിബിലാന്റെ തടിക്ക് തന്നെ ഹൃദയം കൊണ്ട് മുന്നിടണം. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും 1 സെന്റിമീറ്റർ ലേശം മാറി നിന്നാൽ മക്കയിലേക്ക് എത്തുമ്പോൾ അത് ആയിരക്കണക്കിന് സെന്റിമീറ്റർ വ്യത്യാസമായിട്ടാണ് വരിക. അത്രക്കും ഡിഫറൻസ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് 80%, 75% ശരിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം അസാധുവാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെയും കബൂൽ ചെയ്യുമാറാകട്ടെ.